അഡ്വക്കേറ്റ് ടി എസ് ഉല്ലാസ് ബാബു, വീരേന്ദ്ര സച്ദേവ്, BJP ഡൽഹി ഘടകം അധ്യക്ഷൻ ഈ ഒരു എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഡൽഹിയിൽ ദുരന്തം മാറുന്നു, BJP വരുന്നു. ഒരു ഡബിൾ എൻജിൻ സർക്കാർ സ്വാഭാവികമായും നിലവിലെ സാഹചര്യത്തിൽ ഡൽഹിയിലെ സാധാരണക്കാരായ ജനങ്ങൾ, അത് മധ്യവർഗമായാലും അടിസ്ഥാന വർഗമായാലും അവർ പ്രതീക്ഷിച്ചിരുന്നു, അവർ കാത്തിരുന്നു എന്ന് വേണം മനസ്സിലാക്കാനല്ലേ? അല്ല, ഏത് ശൈലിയിൽ വേണമെങ്കിൽ എടുക്കാം. അവർ കാത്തിരുന്നു എന്നതിനേക്കാൾ ഉപരി അവർ ആം ആദ്മി പാർട്ടിയുടെ തട്ടിപ്പിനെ തിരിച്ചറിഞ്ഞു എന്നുള്ളത് പറയുകയായിരിക്കും നല്ലത്. നോക്കും, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ബഹുമാനായിട്ടുള്ള ശ്രീ അണ്ണാ ഹസാരയുടെ സമരത്തിന്റെ മുൻപന്തിയിൽ നിന്ന് അതിന്റെ സൂത്രധാരനായിട്ടുള്ള ഒരു അരവിന്ദ് കെജ്രിവാൾ വരികയും അദ്ദേഹം ഡൽഹിയുടെ പൾസ് മനസ്സിലാക്കുകയും പ്രത്യേകിച്ച് ഐഡിയോളജി ഒന്നും ഈ ആം ആദ്മി പാർട്ടിക്ക് ഇല്ല, ഒരു ഐഡിയോളജി ഇല്ല. അവർക്കൊരു പ്രത്യേക ശാസ്ത്രമോ അല്ലെങ്കിൽ ഒരു ആദർശമോ അല്ലെങ്കിൽ പ്രത്യേക ഒരു സാമ്പത്തിക പോളിസി ഒന്നുമില്ല. അവരിങ്ങനെ ജനങ്ങളുടെ നടുക്കിൽ നടക്കും, പൾസ് അറിയും. അവർ ജനങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്, അത് എത്രത്തോളം പ്രായോഗികമായി പ്രയാസമാവും അധികാരത്തിൽ വന്നാൽ എന്നൊന്നും അവർ ചിന്തിക്കില്ല. എന്നിട്ട് അവർക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള അല്ലെങ്കിൽ അവരിലേക്ക് ഏറ്റവും കൂടുതൽ ഇൻജക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ശൈലി ഉണ്ടാക്കും. ആ ശൈലി ഇവരിങ്ങനെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരും. അതിലൊരു മിടുക്കനാണ് ഈ അരവിന്ദ് കെജ്രിവാൾ. അങ്ങനെ പറ്റിച്ചതാണ് ഇത്രയും കാലം ഡൽഹി ജനതയെ ആം ആദ്മി പാർട്ടിയും വെച്ച്. ഈ മിടുക്കൻ എന്ന് ഞാൻ പറഞ്ഞത് അരവിന്ദ് കെജ്രിവാൾ ജനങ്ങളെ പറ്റിക്കുന്നതിന്റെ മിടുക്കനാണ് കേട്ടോ, തെറ്റിദ്ധരിക്കപ്പെടരുത്. ആ പറ്റിക്കുന്നതിലെ മിടുക്കാണ് അദ്ദേഹം കാണിച്ചുകൊണ്ടിരുന്നതും ഡൽഹിയിലെ ജനങ്ങൾ വിശ്വസിച്ചു പോയത്. പക്ഷെ പിന്നീട് ഇദ്ദേഹത്തിന്റെ പ്രവൃത്തിയും ഇദ്ദേഹത്തിന്റെ രീതികളും ഇദ്ദേഹത്തിന്റെ ചേതല് പോലെ പടർന്നു പിടിക്കാനുള്ള അധികാരാഗ്രഹവും ജനം മനസ്സിലാക്കുകയും അതിന് സാമ്പത്തികം കണ്ടെത്താൻ എന്ന വ്യാജേന അവനവന്റെ സാമ്പത്തിക സ്രോതസ് വളർത്തുകയും സാധാരണക്കാരനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് വ്യാജേനെ വളരെ ഗംഭീരനായി ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന സുഖലോലുപതയിലൊട്ടും കുറവില്ലാത്ത, എന്നാൽ ആർഭാടങ്ങളിലൊട്ടും കുറവില്ലാത്ത മണിമന്ദിരങ്ങൾ ഞാൻ ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞ് അതിനുവേണ്ടി പൈസ ചെലവാക്കുന്ന, അതിനുവേണ്ടി പൊതുഖജനാവിനെ തന്നെ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് ശ്രീ അരവിന്ദ് കെജ്രിവാൾ വരികയും എന്തൊന്നിനെതിരാണോ അദ്ദേഹം അധികാര ശ്രേണിയിൽ വരാൻ വേണ്ടി പറഞ്ഞിരുന്നത് ആ വിഷയങ്ങളുടെ വക്താവായി പിന്നീട് മാറുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയം ഡൽഹി ജനത നേരിട്ട് കാണുകയല്ലേ. ഇത് അവരിവരും പറഞ്ഞത് കേൾക്കല്ലോ. അവർ ഇപ്പോഴും ചിന്തിക്കുന്നത്, അവർ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അവരുടെ വീടിന്റെ മുന്നിലെ മാലിന്യങ്ങൾ മാറിയിട്ടില്ല, അവരുടെ കാനയിലെ വെള്ളത്തിന് പ്രയാസങ്ങളുണ്ട്, അവരുടെ അന്നത്തിന് പ്രശ്നങ്ങളുണ്ട്, അവർ അന്നാന്ന് പണിയെടുത്തില്ലെങ്കിൽ ഒരു കാര്യങ്ങളും നടക്കുന്നില്ല, അവരുടെ കുടിവെള്ള പ്രശ്നമായിക്കോട്ടെ, അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത വിഷയമായിക്കോട്ടെ, മാലിന്യ പ്രശ്നമായിക്കോട്ടെ, തൊഴിൽ പ്രശ്നമായിക്കോട്ടെ, വിദ്യാഭ്യാസ പ്രശ്നമായിക്കോട്ടെ, ഈ പ്രശ്നങ്ങളൊക്കെ അവർക്ക് ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവർ ചിന്തിക്കുന്നത്, ഇദ്ദേഹം ആ കുറച്ച് കരണ്ടും കുറച്ച് വെള്ളവും ഞങ്ങൾക്ക് തന്ന് ഞങ്ങളുടെ വോട്ടും പിടിച്ച് അദ്ദേഹം അധികാരത്തെ കൃത്യമായി കൈകാര്യം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പച്ചയായി ഡൽഹി ജനതയെ പറ്റിക്കുന്നു എന്ന് വേണം നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ. അത് നമ്മൾ മനസ്സിലാക്കിയേക്കാൾ കൂടുതൽ ഡൽഹി ജനത മനസ്സിലാക്കി എന്നുള്ളത് കൊണ്ടാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷനടക്കമുള്ള ആളുകൾ വളരെ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഞങ്ങൾ അധികാര ശ്രേണിയിലേക്ക് കടന്നു കയറി തുടങ്ങിയിരിക്കുന്നു, അതിന്റെ തുടക്കം കുറിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിൽ അതിനെല്ലാ വിഷയങ്ങളെയും പ്രതികരിക്കുന്നു, അതിനാ രീതിയിൽ എടുക്കുന്നു. നരേന്ദ്രമോദി സർക്കാർ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഡൽഹി ജനതയുടെ ക്ഷേമം ഞങ്ങളുടെ മുഖ്യ അജണ്ട തന്നെയാണ്. ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാ മേഖലകളിലും വികസനം എത്തിക്കുക എന്നുള്ളതാണ് BJPയുടെ കൃത്യമായിട്ടുള്ള താല്പര്യവും അതിനുവേണ്ടിയുള്ള പരിശ്രമവും തുടങ്ങിയിട്ട് 10 വർഷക്കാലമായി. ഒന്നിൽ നിന്നാണ് ഞങ്ങൾ ഇവിടെ തുടങ്ങുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. കാലാകാലമായിട്ട് ഇന്ത്യ മഹാരാജ്യത്തെ ഭരിച്ചിരുന്നവർ ഈ സംവിധാനത്തെ കൊണ്ടുപോയി നശിപ്പിച്ച് ഈ നാടിനെ പിന്നോക്കാവസ്ഥയിലേക്ക് എത്തിയതിൽ നിന്നാണ് ഞങ്ങൾ തുടങ്ങിയതും ഞങ്ങൾ ഒന്നിൽ നിന്ന് തുടങ്ങി ഇന്ന് ഈ നിലയിലേക്ക് എത്തിച്ച് ഒരുവിധം ലോകരാഷ്ട്രങ്ങളെ കൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തെ ബഹുമാനിക്കുന്ന ശൈലിയിലേക്ക് എത്തിയത്. അപ്പോഴും രാഹുൽ എന്ന് പറയപ്പെടുന്ന കോൺഗ്രസിന്റെ നേതാവ്, പക്വതയില്ലാത്ത പയ്യൻ എന്താ ചെയ്യുന്നത്? അദ്ദേഹം പോയിട്ട് പാർലമെന്റിൽ ഇരുന്ന് ഉണ്ടയില്ല വെടിപൊട്ടിക്കുക. എന്താണ്? ചൈനക്ക് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞാല് അതിർത്തിയിലെ കാര്യം പറഞ്ഞിട്ട്, അത് കഴിഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ ക്ഷണം പോലും കിട്ടാതെ ക്ഷണിക്കാൻ പറയാൻ വേണ്ടി ദൂതരെ വിട്ടു എന്നൊക്കെ പറയപ്പെടുന്ന ഒരു ലെവലേശം പോലും നിലവാരമില്ലാത്ത രീതിയിൽ കോൺഗ്രസിന്റെ നേതാവ് അവിടെ അധപതിച്ചു പോകുമ്പോഴും നമ്മൾ അവിടെ പറഞ്ഞത്, ഞങ്ങൾ 12 കോടി ജനങ്ങൾക്ക് ടോയ്ലറ്റ് ഈ കാലഘട്ടത്തിൽ കൊടുക്കേണ്ടി വന്നത് കോൺഗ്രസിന്റെ അധപതന രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ്. ഞങ്ങൾ 12 കോടി ജനങ്ങൾക്ക് പൈപ്പിൽ വെള്ളം എത്തിക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ വന്നത് നിങ്ങൾക്കത് കഴിയാതെ വന്നതാണ്.
ഓരോ അടിസ്ഥാന വർഗത്തിന്റെയും പ്രശ്നങ്ങളെ ഇപ്പോൾ ബി ജെ പിക്ക് അഡ്രസ് ചെയ്യേണ്ടി വന്നത് ഒരു കാലഘട്ടത്തിൽ അവർ പുറകിലേക്ക് തള്ളിയിട്ട കോൺഗ്രസിന്റെ ഉത്തരവാദിത്തമില്ലായ്മ കൊണ്ടാണ് എന്ന് ഞങ്ങൾക്ക് വിളിച്ചു പറയേണ്ടി വന്നു. ആ രാഹുൽ ഇന്ന് ആം ആദ്മി പാർട്ടിയുടെ ഒപ്പം നിന്നിട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്കെതിരെ നിന്നത്. അഴിമതിക്കാരനായിട്ടുള്ള കൊടിയ അഴിമതിക്കാരനും തട്ടിപ്പുകാരനുമായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയപ്പെടുന്ന കൊടും അഴിമതിക്കാരനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും അവിടെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് നേരെ വലിയ ആക്രമണങ്ങൾ നടക്കുന്നു, ഉദ്യോഗസ്ഥരെ വെച്ച് എന്ന് വ്യാജ പ്രചരണം ഉണ്ടാക്കും ചെയ്ത വ്യക്തിയാണ് രാഹുൽ എന്ന് പറയപ്പെടുന്ന കോൺഗ്രസിന്റെ നേതാവ്. ആ രാഹുൽ ഇന്ന് തിരിച്ചു പറഞ്ഞു എന്ന് പറയുമ്പോൾ ഡൽഹി ജനതയും അത് മനസ്സിലാക്കൊണ്ട് 8 മാസം മുൻപ് ഇതേ കെജ്രിവാളിനെ ബഹുമാനിച്ചും അംഗീകരിച്ചും ശരിവെച്ചും മുന്നോട്ട് പോയ രാഹുൽ ഇന്ന് അതിനെ തള്ളിപ്പറയുന്നു എന്ന് പറഞ്ഞാൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ചക്കിയും ചങ്കരനും പോലെ ജനങ്ങളെ വഞ്ചിക്കുന്നു, ജനങ്ങളെ പറ്റിക്കുന്നു, ജനങ്ങളോട് നുണ പറയുന്നു, ജനങ്ങളെ പിന്തിരിപ്പിക്കുന്നു, അനാവശ്യമായ കാര്യങ്ങളിലേക്ക് വീണ്ടും പിടിച്ചു കൊണ്ടുവരുന്നു, വികസനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഡൽഹി ജനത മനസ്സിലാക്കിയിടത്താണ് ബി ജെ പിയുടെ പണി തുടങ്ങുന്നതും. ബി ജെ പി കൃത്യമായി ഗൃഹസമ്പർക്കത്തിലൂടെ, ജനസമ്പർക്കത്തിലൂടെ, വ്യക്തികളിലൂടെ, സർക്കാർ ജീവനക്കാരിലൂടെ, എല്ലാം സർക്കാർ ജീവനക്കാരിലൂടെ എന്ന് പറയപ്പെടുന്നത് സർക്കാർ ജീവനക്കാർക്കാണ് ഈ ബഡ്ജറ്റിനകത്ത് ഏറ്റവും വലിയ ഗുണം അവിടെ ഉണ്ടായിട്ടുള്ളത്. 12 ലക്ഷം രൂപ പരിധി എന്ന് പറയപ്പെടുന്നത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവും സർക്കാർ ജോലിക്കാർക്കാണ്. സർക്കാർ ജീവനക്കാർക്കും ഇത്യാദി കാര്യങ്ങൾ കൃത്യമായി പഠനം നടത്തി അവർക്ക് വേണ്ടത് മധ്യവർഗത്തിനാണെങ്കിലും അടിസ്ഥാന വർഗത്തിനാണെങ്കിലും അതിന് മേലെയുള്ള വർഗത്തിനാണെങ്കിലും ഒരു ജനത്തിന് ക്ഷേമത്തിന് എന്താണോ ആവശ്യം ആ ആവശ്യം കൃത്യമായി പഠിച്ച് അത് നടപ്പിലാക്കി കൊടുക്കുന്നതിൽ ഈ ബഡ്ജറ്റിൽ ഞങ്ങൾ കൃത്യമായി കാര്യങ്ങൾ നടപ്പിലാക്കി. ഒപ്പം ജനങ്ങളോട് സംവദിച്ചു. ഒപ്പം ആ ജനങ്ങൾക്ക് കാര്യം ബോധ്യപ്പെടുത്താൻ ഞങ്ങളുടെ നേതാക്കന്മാർക്കായി. അത് പരിപൂർണമായി ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്നും അവരുടെ വിരൽത്തുമ്പിലൂടെ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ആ സത്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നാളെയുടെ ഡൽഹിയുടെ ഭരണസാരഥ്യം ബി ജെ പിയുടെ കൈകളിലേക്ക് എത്തിക്കാൻ ഡൽഹി ജനത ഇന്ന് ഒറ്റക്കെട്ടായി തീരുമാനം എടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതും ഞാൻ ആഗ്രഹിക്കുന്നതും. അതെന്തായാലും 8-ാം തീയതി ആഗ്രഹ സഫലീകരണം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ആ സമയത്ത് അന്ന് നമുക്ക് ചർച്ച ചെയ്യുമ്പോൾ ബി ജെ പിയുടെ പ്രതിനിധികൾ വിജയിച്ചു വന്നതിൽ സന്തോഷകരമായിട്ടുള്ള ചർച്ച ചെയ്യാൻ നമുക്ക് സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് മാത്രം പ്രത്യാശിക്കുന്നു.